പാളം തെറ്റിയാ നിങ്ങൾ പിടിക്കില്ലേ? ഈ സ്പീഡിനാണെങ്കിൽ പറ്റിയെന്ന് വരില്ല. ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഒന്നല്ല 2 കാര്യം പറഞ്ഞാലും ഞാൻ കേൾക്കും. എന്നാ പിന്നെ നിനക്ക് എന്റെ ദേഹത്ത് ഒന്ന് ഇടിക്കാതിരുന്നൂടെ? ഇങ്ങനെ കൈപിടിച്ച് നിൽക്കേണ്ടി വരില്ലായിരുന്നു. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് പാഞ്ഞു കയറി വന്നത്? ഒരു കാര്യം പറയാനായിരുന്നു. ആരെ പറ്റി? ജയരാമനെ പറ്റിയാ. ആ, പറഞ്ഞു തീർന്നില്ല. ദേ വന്നല്ലോ. സോറി, ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തോ? ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തു. എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് വരാം. അല്ല, നീ എവിടെ പോന്നു? ഇത് ആ വാച്ചല്ലേ? അതെ. ആഹാ, അപ്പൊ ഈ വാച്ചിനും ഫ്ലാഷ് ബാക്ക് ഉണ്ടോ? ഒരുപാട് ഓർമ്മകളുണ്ട് അല്ല ഡി കെ? ഇത് സുപ്രിയ ഡി കെക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്ത വാച്ചാ. ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇവനൊരിക്കലും എന്നോട് ചോദിച്ചതാ. അന്നിതെനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. എഴുതോ. അല്ല, സുപ്രിയയുടെ ഓർമ്മകൾ ഇങ്ങനെ കൊടുക്കുന്ന എന്തിനാ? സുപ്രിയ കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് ജയരാമനാ. എന്റെ മനസ്സിലും സുപ്രിയ കഴിഞ്ഞേ ഉള്ളൂ എന്തും. എനിക്കറിയാം. നിനക്കെങ്ങനെ അറിയാം? അല്ല, ഇപ്പൊ പറഞ്ഞല്ലോ അങ്ങനെ അറിയാം. ഇത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ചെയ്യാ. സുപ്രിയ പോയെങ്കിലും അവളുടേതായ എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതും എനിക്കറിയാം. ജയനെ കുറിച്ച് നിനക്ക് എന്തൊക്കെയോ അറിയാമെന്ന് തോന്നല്ലോ. നിങ്ങൾ സംസാരിച്ചെനിക്ക് നമുക്ക് പിന്നെ കാണാം. നിനക്ക് ചെയ്യാ. എന്റെ ലൈഫിൽ മറ്റാര് വന്നാലും അവരുടെ എല്ലാം സ്ഥാനം നിനക്കും സുപ്രിയയ്ക്കും താഴെ മാത്രമായിരിക്കും. ഈ ഹിറ്റ്ലർ ആളുകൾ എന്തിനെങ്ങനെ വിശ്വസിക്കുന്നേ? ജയൻ സുപ്രിയയുടെ ബ്രദർ മാത്രമല്ല, എനിക്ക് എന്റെ അടുത്ത സുഹൃത്തും കൂടിയാ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പർ. ഇവനിവിടെ ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ നീ വേണം ശ്രദ്ധിക്കാൻ. അത് സുപ്രിയയുടെ ഓർമ്മയല്ലേ? അവന്റെ അഭിനയം എന്നോട് വേണ്ട. എന്റെ അനിയത്തിക്ക് നീതി കിട്ടുന്നത് വരെ ഞാൻ അവനോട് ക്ഷമിക്കില്ല. നിങ്ങൾ അയാളെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. നീ അവനെ അന്ധമായിട്ട് വിശ്വസിക്കുക. ദിവസങ്ങൾക്കുള്ളിൽ സുപ്രിയയുടെ കൊലപാതകം ഞാൻ തെളിയിക്കും. കൈവലങ്ങിട്ട് ഡി കെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും, തീർച്ച. അത്രയ്ക്ക് ആത്മവിശ്വാസം? ശരി, എങ്കിൽ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് കാണാം. പക്ഷെ അപ്പോഴും നിങ്ങൾ ഇപ്പൊ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കണം. കേട്ടോ? CBI. സുപ്രിയയ്ക്ക് സംഭവിച്ചതുപോലെ ഇവൾക്കും സംഭവിക്കാതിരുന്ന ഭാഗ്യം. ഇത് കണ്ടിട്ടും നിനക്കെന്നെ വിശ്വാസമായില്ലേ പ്രിയ? ഓർമ്മ വന്നപ്പോ അവള് തന്നെ എഴുതിയത് ഏത്? നോക്ക്,
ഞങ്ങൾ തമ്മിൽ വേർപിരിയാൻ തീരുമാനിച്ചവരാണ്. അവൾ ആഗ്രഹിക്കുന്ന ജീവിതവും വേറെയാണ്. പ്രിയ, സ്നേഹം തേടി ഒരുപാട് അലഞ്ഞവനാ ഞാൻ. ഒരാളെ വിവാഹം കഴിച്ചു. പക്ഷേ സ്നേഹത്തിന് പകരം അവൾ എന്നെ നിരന്തരമായി ദ്രോഹിച്ചു. അതിനിടയിൽ നീ എന്റെ ജീവിതത്തിലേക്ക് വന്നു. ഞാൻ നിന്നെ എന്റെ പ്രാണനായി കരുതി. നിന്റെ ചേച്ചി നമ്മളെ തമ്മിൽ പിരിക്കാൻ ഒരുപാട് ശ്രമിച്ചു. എന്നിട്ടും വീണ്ടും വീണ്ടും നിന്റെ പിന്നാലെ ഒരു ഭിക്ഷക്കാരനെ പോലെ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിന്നോടുള്ള സ്നേഹം കൊണ്ട്. ഇനിയും നീ എന്നെ അവിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാൻ? ആന്റി, ആന്റിയെങ്കിലും ഇവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. അവനാശേ, ഇവൾക്ക് നിന്നെ വിശ്വാസമില്ലാത്തോണ്ടല്ല. പിന്നെന്തിനാ ഇവൾ എന്നോട് ഇങ്ങനെ സംസാരിക്കാതിരിക്കുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല. ജ്യോതിയെയാ അവൾ എന്നേക്കാൾ കൂടുതൽ സ്നേഹിച്ചതും വിശ്വസിച്ചതും. അവളിങ്ങനെ ചതിക്കുമെന്ന് എന്റെ മോൾ ഒരിക്കലും കരുതിയില്ല. ഇവള് മാത്രമല്ല, ഞാനും കരുതിയില്ല. ഞാൻ ഒരിക്കലും അവളോട് രണ്ടാനമ്മയായി പെരുമാറിയിട്ടില്ല. എന്റെ സ്വന്തം മോളായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇവളേക്കാൾ കൂടുതൽ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടും അവൾ എന്റെ മോളെ ചതിച്ചു. സ്വന്തം അനിയത്തിയായി അവൾ എന്റെ മോളെ കണ്ടിട്ടില്ല. പുറമേക്ക് അങ്ങനെയൊക്കെ വെറുതെ ഭാവിച്ചു. പാവം, എന്റെ മോൾ അത് വിശ്വസിച്ചു. ഞാൻ ഒരു കാര്യവും പ്രിയെന്ന് മറച്ചു വെച്ചിട്ടില്ല. എന്റെ ഭാര്യയുടെ കാര്യമടക്കം എല്ലാം പ്രിയക്കറിയാം. ഇത്രയൊക്കെ ചതി അവള് ചെയ്തിട്ടും നീ ആയതുകൊണ്ട് അതെല്ലാം സഹിച്ച് ഇവളെ മാത്രം മതിയെന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്നു. മോനെ, നീ എന്റെ മോളുടെ കണ്ണു തുറപ്പിച്ചു. ഇല്ലെങ്കിൽ ഞാൻ എന്തു പറഞ്ഞാലും ഇവൾക്കതൊന്നും മനസ്സിലാവില്ല. പ്രിയ, ഇനിയെങ്കിലും നീ ജ്യോതിയെ അന്ധമായി വിശ്വസിക്കരുത്. സ്വന്തം ബുദ്ധിയും വിവേകവും കൊണ്ടുവേണം ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ. പാവം, എന്റെ മോളുടെ മനസ്സ് തകർന്നു പോയി. നീ തന്നെ അവളെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്ക്. ഞാനിപ്പോ വരാം. ഞാൻ ഇനി എങ്ങനെ അവളെ പറഞ്ഞു വിശ്വസിപ്പിക്കുമെന്ന് എനിക്കറിയില്ല സൂര്യ. ഞാൻ അവളെ ചതിച്ചെന്ന ഭാവത്തിലാ അവളെന്നോട് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ അനിയത്തി അവന്റെ ട്രാപ്പിൽ വീണുപോയി. ഞാനിനി അവളെ എന്ത് പറഞ്ഞു വിശ്വസിപ്പിക്കും? എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവിനാശാണല്ലോ. ഇവൻ എന്തിനെന്നെ വീണ്ടും വീണ്ടും വിളിക്കുന്നത്? അവനിനി പ്രിയയെ കാണാൻ ചെന്നിട്ടുണ്ടാവോ? നോക്കട്ടെ.
നിന്റെ ചേച്ചി ദേ വീണ്ടും വിളിക്കുന്നു. എന്തിനാ വിളിക്കുന്നതെന്ന് ആർക്കറിയാം? വിശേഷങ്ങൾ അറിയാനാവും. എന്തായാലും എടുത്തു നോക്കാം. ഹലോ ഹലോ, എന്തിനാ നീ എന്നെ വിളിച്ചത്? വൃത്തികെട്ടവനെ. നീ വീണ്ടും സരോവരത്തിൽ പ്രിയെ കാണാൻ പോയോ? ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന എന്റെ അനിയത്തിയെ നീ എന്നിൽ നിന്ന് അകറ്റിയില്ലടാ, ദ്രോഹി. എന്നെ വിശ്വസിക്കു ജ്യോതി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു കാര്യവുമില്ലാതെ നീ ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ നോക്കി. ഇനിയെങ്കിലും ഞങ്ങളെ ഉപദ്രവിക്കരുത് പ്ലീസ്. ദേ ഇപ്പൊ പറയുന്നത് കേട്ടോ. ഇനി നീ പ്രിയെ ഒഴിവാക്കിയില്ലെങ്കിൽ എന്നെ ഞാൻ കൊല്ലും. ഇല്ലെങ്കിൽ ഞാൻ എല്ലാം ഡിക്ക് അറിയിക്കും. കേട്ടോ, എന്നുവെച്ചാ നിന്റെ അനിയത്തെ ഒരിക്കലും സന്തോഷിക്കരുത്. അതല്ല നിന്റെ ആഗ്രഹം. പ്രിയയ്ക്ക് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിച്ച് അവള് സുഖമായിട്ട് ജീവിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല. അതല്ലേ സത്യം? ഇല്ലടാ, നീ എന്ത് പറഞ്ഞാലും പ്രിയെ നീ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഹലോ ഹലോ പ്രിയമോളെ, ഞാൻ പറയുന്നത് വേണ്ട, ഇനി ഒന്നും പറയണ്ട. എല്ലാം ഞാൻ കേട്ടു. പാവം എന്റെ അവിനാശ് ആയതുകൊണ്ടാ ഇത്രയും നാളെ എനിക്ക് വേണ്ടി കാത്തിരുന്ന്. ഇതുവരെ ചേച്ചി പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. ചേച്ചി ഞങ്ങൾ തമ്മിൽ മനഃപൂർവ്വം പിരിക്കാൻ നോക്കുന്നത്. പ്രിയ, അവൻ ചതിക്കാണ്. അവൻ പറയുന്ന നീ വിശ്വസിക്കരുത്. മതി, ചേച്ചി ഇനി ഒന്നും പറയണ്ട. അവിനാശിന്റെ കാര്യത്തിൽ ഇനി മേലെ ചേച്ചി ഇടപെടരുത്. ദേ, ഞാൻ പറയുന്നത് കേൾക്കാതെ ഇനി അവിനാശിനെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കിയാ നിങ്ങൾ എന്റെ ചേച്ചിയാണെന്ന് ഞാൻ ചിലപ്പോ മറന്നു പോയിന്ന് വരും. മേലിൽ ഈ ഫോണിലേക്ക് വിളിക്കരുത്. ഹലോ പ്രിയ, മോളെ പ്രിയ. പ്രിയ, കൂൾ കൂൾ. അവിനാശ്, ചേച്ചി പറയുന്നത് ഇനി നീ കാര്യമാക്കണ്ട. ഞാനിനി അവരെ വിശ്വസിക്കില്ല. പ്രിയെ രക്ഷിക്കാൻ ഞാൻ എഴുതിയത് അവൻ മാറ്റിക്കളഞ്ഞു. നീ എന്തിനാ കരയുന്ന സൂര്യ? എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. എനിക്കെല്ലാം അറിയാം. അധികം താമസിയാതെ നീ ഇവിടെ എഴുന്നേക്കും. സത്യങ്ങൾ തുറന്നു പറയും. പ്രിയെ അവന്റെ കെണിയിൽ നിന്ന് രക്ഷിച്ച് അവനെ ജയിലിലടയ്ക്കാതെ ഞാൻ ഇനി വിശ്രമിക്കില്ല.
പറയുന്നത് കേൾക്കാതെ ഇനി അവിനാശിനെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കിയാ നിങ്ങൾ എന്റെ ചേച്ചിയാണെന്ന് ഞാൻ ചിലപ്പോ മറന്നു പോയിന്ന് വരും. ചേച്ചി ഇനി ഒന്നും പറയണ്ട. അവിനാശിന്റെ കാര്യത്തിൽ ഇനി മേലെ ചേച്ചി ഇടപെടരുത്. ഞാൻ പറയുന്നത് കേൾക്കാതെ ഇനി അവിനാശിനെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കിയാ നിങ്ങൾ എന്റെ ചേച്ചിയാണെന്ന് ഞാൻ ചിലപ്പോ മറന്നു പോയിന്ന് വരും. ഈ ബേക്കറിക്കാരി, നീ എന്തായി കാണിക്കുന്നത്? നിനക്ക് തിന്നാൻ ഈ വീട്ടിൽ വേറൊന്നും കിട്ടിയില്ലേ? എനിക്ക് ദേഷ്യം വന്ന് ഞാൻ എന്തും തിന്നും. ഞാൻ ആകെ ഇറിറ്റേറ്റഡ് ആണ്. എന്തിനാ ഇത്ര ഇറിറ്റേഷൻ? ഫ്രസ്ട്രേഷൻ കൂടിയിട്ട് എന്നെ അപമാനിച്ചു. ആര്? പ്രിയ. അതും ഈ പച്ചമുളകും തമ്മിൽ എന്താ ബന്ധം? എനിക്ക് ഇറിറ്റേഷൻ വന്നാൽ ഞാൻ എന്തും തിന്നും. അതാ എന്റെ ശീലം. എന്റെ ടെൻഷൻ ഞാൻ ഇങ്ങനെ അങ്ങ് തീർക്കും. ഈ എരിവ് നിന്റെ ജന്മത്ത് മാറില്ല. ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഒന്നും ചെയ്യാനും പറ്റില്ല. ഇത് കാണുമ്പോ നീ പണ്ട് ഭ്രാന്തിന് ചികിത്സിക്കാൻ വല്ല മെന്റൽ ആശുപത്രിയിലും കിടന്നിട്ടുണ്ടോന്ന് എന്റെ സംശയം. അന്നൊരിക്കൽ അമ്പലത്തിൽ വെച്ച് നീ എനിക്കൊരു ഭ്രാന്താശുപത്രിയുടെ നമ്പർ തന്നില്ലേ? അത് നിന്നെ ചികിത്സിച്ച ആശുപത്രിയുടെയാണോ? നിന്നെ കൊണ്ടുപോയി ദിവസം 3 വട്ടം ഷോക്ക് അടിപ്പിക്കണം. അത് മാത്രമാണ് നിന്റെ അസുഖത്തിന്റെ ട്രീറ്റ്മെന്റ്. ഓഹോ, നിങ്ങൾ എന്നെ അപമാനിക്കുകയാണോ? നിർത്ത്. ആരോടാ നിനക്ക് ഇത്രയ്ക്ക് ദേഷ്യം? ഒരു പരിധിവരെ മാത്രമേ ഈ എരിവ് നിന്റെ വയറ് താങ്ങൂ. അത് കഴിഞ്ഞാൽ നീ അനുഭവിക്കും, ചത്തുപോവും. നിനക്ക് ഭ്രാന്ത. നിന്റെ ഈ വട്ടിനെ ഒരു ഷോക്കൊന്നും അടിച്ചാ പോരാ. ഭ്രാന്ത് പിടിച്ചവരല്ലാതെ ആരും ഇങ്ങനെ പച്ചമുളക് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതെ, ഞാൻ ഭ്രാന്തിയാണ്. ജ്യോതിക്ക് ഭ്രാന്താണ്. എന്റെ ഭ്രാന്ത് കൊണ്ടാണല്ലോ ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചത്. അതുകൊണ്ടല്ലേ നിങ്ങളുടെ മരുമകൾ എന്നെ ഇങ്ങനെ എതിർക്കുന്നത്. എനിക്ക് ഭ്രാന്ത് മൂത്തതുകൊണ്ടാ ഞാൻ നിങ്ങളുടെ വീടിന് ചുറ്റിലും കടവാവിൽ പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതും മണം പിടിച്ചു വരുന്ന നിങ്ങളുടെ ശത്രുക്കളെ ഓടിക്കാൻ നോക്കുന്നതും. മതി നിന്റെ പ്രസംഗം. വേഗം പോയി വാ കഴുകി വല്ല സ്വീറ്റ്സും എടുത്ത് കഴിക്കാൻ നോക്ക്. മൗത്ത് വാഷ് ചെയ്യാനോ? ഞാനോ? എങ്കിൽ ശരി, നിന്റെ ഭ്രാന്ത് തന്നെ ജയിക്കട്ടെ.